കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം. വിഷു വരാണല്ലോ. എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ വിഷുവായി ബന്ധപ്പെട്ടും കണിക്കൊന്നയായി ബന്ധപ്പെട്ടൊക്കെ കുറേ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. അത് പലരും പലതാണ് പറയുന്നത്. എനിക്കറിയാവുന്ന ഐതിഹ്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. പ്രധാനമായിട്ടും വിഷുവിനൊരു പ്രത്യേകതയുണ്ട്. രാവും പകലും ഒരേ കാലയളവുള്ളതാണ് വിഷു എന്ന് പറയുന്നത്. രാവിനും പകലിനും ഒരേ കാലദൈർഘ്യമാണെന്ന്. അങ്ങനൊരു ദിവസമാണ് വിഷു ആയിട്ട് കണക്കാക്കുന്നത്. പിന്നെ നമുക്കറിയാം മേടം 1 വിഷു. വിഷുവിന് നമ്മൾ പ്രധാനമായിട്ടും കണി വയ്ക്കും. പിന്നെ കണിക്കൊന്ന അതിൽ പ്രധാന ഒരു കണിക്ക് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റാണ് കണിക്കൊന്ന. അതായത് കണിക്കൊന്ന ഇല്ലാത്ത ഒരു വിഷു ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കണിക്കൊന്ന ഒരു പ്രത്യേകതയാണ്. ആ കണിക്കൊന്നയെ പറ്റിയും ചില ഐതിഹ്യങ്ങളുണ്ട്. പിന്നെ ഈ വിഷുവിന് നമ്മൾ കണി കാണുന്നത് കൂടാതെ വിഷു കൈനീട്ടം, അതായത് മുതിർന്നവർ കുഞ്ഞു കുട്ടികൾക്കോ അല്ലെങ്കിൽ താഴ്ന്ന പ്രായത്തിൽ താഴെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുന്ന പതിവുണ്ട്. പിന്നെ വിഷുവിന് നല്ല വസ്ത്രങ്ങൾ അണിയും, നല്ല വിഷു സദ്യ ഉണ്ടാക്കും. അങ്ങനെ വിഷുവിന് തന്നെ പ്രത്യേക സദ്യയ്ക്ക് വിളമ്പുന്ന ചില പ്രത്യേക ഐറ്റംസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വിഷു വളരെ പ്രധാനപ്പെട്ട മലയാളികളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഒത്തുകൂടാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ പഴമയുടെ ഓർമ്മകളൊക്കെ പുതുക്കുന്ന ഒരു ദിവസമാണ് വിഷു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വിഷുക്കണി എന്ന് പറഞ്ഞിട്ട് കുട്ടികളും മുതിർന്നവരൊക്കെ ഗ്രൂപ്പായിട്ട് രാത്രി അല്ലെങ്കിൽ പുലർച്ചെ നേരത്ത് വിഷു തുടങ്ങുന്ന ആ സമയത്ത് എല്ലാവരും വിഷുക്കണി വയ്ക്കാനായിട്ട് വീട്ടിൽ വരും. ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വിളിച്ച് പുറമെ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് അച്ഛനമ്മയൊക്കെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അവർ വിഷുക്കണി കൊണ്ടുവച്ചിട്ട് അവർ ഓടി മാറിപ്പോയി വിഷുക്കണീന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട് പടക്കം പൊട്ടിച്ച് ഓടി മാറിപ്പോവും. എന്നിട്ട് നമ്മൾ കാണാൻ വിഷുക്കണി നന്നായി കണ്ട് തൊഴാറുണ്ട്. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പല ഗ്രൂപ്പുകളായിട്ട് പലരും വിഷുക്കണി വയ്ക്കാറുണ്ട്. ഇന്നൊന്നും നാടുകളിൽ അങ്ങനെ ഇല്ലാണ്ടായിപ്പോയി തുടങ്ങി. ആ ഒരു സ്ഥിതിയൊന്നും ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും വിഷുക്കണി എല്ലാവരും വീട്ടിൽ തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ പഴമയുടെ ആ സുഗന്ധമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു ഓർമ്മ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ള ചില ഐതിഹ്യങ്ങൾ കേട്ടും വായിച്ചും അറിഞ്ഞിട്ടുള്ള ഐതിഹ്യങ്ങളിലൊന്ന് നരകാസുരൻ എന്ന് പറയപ്പെട്ടിരുന്ന ക്രൂരനും അതുപോലെ തന്നെ വളരെ അഹങ്കാരിയായിട്ടുള്ള അസുരനെ നരകാസുരൻ്റെ ആ സ്ഥലത്ത് പോയിട്ട് ശ്രീകൃഷ്ണൻ വധിച്ചു. അങ്ങനെയൊരു ദിവസം വിഷു ആയിട്ട് കൊണ്ടാടുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണെന്ന് പറയുന്നു. പിന്നെ ശ്രീരാമൻ രാവണനെ വധിച്ച ദിവസമാണെന്ന് പറയപ്പെടുന്നു. രാവണന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. രാവണൻ്റെ കൊട്ടാരത്തിൽ സൂര്യൻ്റെ വെയിൽ തട്ടാൻ പാടില്ല. രാവണന് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രീരാമൻ കൊന്നതിന് ശേഷം ഈ സൂര്യൻ്റെ വെയിൽ കൊട്ടാരത്തിൽ തട്ടുകയും അപ്പോൾ ആ ദിവസം വിഷുവായിട്ട് ആഘോഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ 2 കഥകൾ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ കണിക്കൊന്നയുടെ ഐതിഹ്യമാണ്. കണിക്കൊന്നയുടെ ഐതിഹ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ കൂടെ കളിക്കണം, ശ്രീകൃഷ്ണനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രീകൃഷ്ണനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ശ്രീകൃഷ്ണൻ ഈ കുട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആനന്ദാശ്രുക്കളൊക്കെ പൊഴിക്കുന്ന, അതായത് കണ്ണൊക്കെ നിറഞ്ഞ് അത്ര സന്തോഷമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള. മാത്രമല്ല അപ്പോൾ എനിക്കൊന്നും വേണ്ട, എനിക്ക് ശ്രീകൃഷ്ണനെ കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ എനിക്ക് മതിയെന്ന് കുട്ടി പറഞ്ഞു.
ഇത്ര പാവം കുട്ടി, ഇത്ര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രായമാണല്ലോ കുഞ്ഞു കുട്ടികളുടെ, എന്നിട്ടും തന്നെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, അതാണ് ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മനസ്സലിഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണൻ്റെ അരയിലുള്ള അരഞ്ഞാണം എടുത്ത് കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ ഈ കുട്ടി വീട്ടിലുള്ളവരെയും എല്ലാവരെയും കാണിച്ചു, ഇതെനിക്ക് ശ്രീകൃഷ്ണൻ തന്നതാണ്, ശ്രീകൃഷ്ണൻ തന്ന അരഞ്ഞാണാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു കുട്ടിയുടെ കയ്യിൽ അരഞ്ഞാണം കണ്ടു ഇത് ശ്രീകൃഷ്ണൻ തന്നതാണെന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല. അപ്പോൾ അടുത്ത ദിവസം എന്തുണ്ടായി? അമ്പലത്തിൽ ഒരു പൂജാരി ഉണ്ടായിരുന്നു. പൂജാരി അടുത്തുള്ള അമ്പലത്തിലെ പൂജാരി ശ്രീകൃഷ്ണൻ്റെ അമ്പലമായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ അരയിലുണ്ടായിരുന്ന അരഞ്ഞാണം കാണാനില്ലാതായി. അപ്പോൾ ഈ കുട്ടിയാണ് അത് കട്ടെടുത്തെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ കൂടി എല്ലാവരും കൂടി ഈ കുട്ടീനെ അപമാനിക്കാനും എല്ലാവരും കൂടി ചീത്ത പറയാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ കുട്ടിയുടെ അമ്മയ്ക്ക് വിഷമായി. കുട്ടിയുടെ അമ്മയ്ക്ക് സ്വന്തം മോനെ എല്ലാവരുടെ മുന്നിലും കള്ളനാക്കി മാറ്റിയതിൽ ഭയങ്കര വിഷമമുണ്ടായി. അപ്പോൾ എന്തു ചെയ്തു? അവർക്ക് ആകെ സങ്കടമായിട്ട് അവർ കുട്ടീനെ ദേഷ്യത്തിൽ അടിച്ചു. തൻ്റെ സങ്കടം കൊണ്ട്, അത്ര സങ്കടം കൊണ്ട്, എൻ്റെ മോനെ കള്ളനാക്കിയ ആ സങ്കടം കൊണ്ട് ആ അമ്മ മോനെ ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാലും നമുക്കിനി വേണ്ട ഈ അരഞ്ഞാണമെന്ന് പറഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഈ അരഞ്ഞാണം എടുത്തിട്ട് വലിച്ചെറിഞ്ഞു. ഈ അരഞ്ഞാണം അടുത്തുള്ള ഒരു കൊന്ന മരത്തിൽ പോയിട്ട് ഒരു മരത്തിൽ, ആ മരത്തിൻ്റെ പുറത്ത് പോയി കുടുങ്ങി. അത് കൊന്ന മരമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അതിൽ ആ അരഞ്ഞാണം പെട്ടെന്ന് മഞ്ഞപ്പൂക്കളായി മാറി, നിറച്ച് മഞ്ഞപ്പൂക്കൾ. ഈ മരമാണ് ഇപ്പോൾ ഈ പൂക്കളെയാണ് കണിക്കൊന്ന പൂക്കൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കണിക്കൊന്നയുടെ ഐതിഹ്യം എങ്ങനെയാണ്? അതായത് ആ പൂക്കളാണ് ശ്രീകൃഷ്ണൻ്റെ അരഞ്ഞാണം മരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അത് കുടുങ്ങി അവിടെ പൂക്കളായി വിരിഞ്ഞു. ആ പൂക്കളെയാണ് കണിക്കൊന്ന പറയുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഐതിഹ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടതും കേട്ടതും വായിച്ചറിഞ്ഞതും ഒക്കെ ഇതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഐതിഹ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും താഴെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.